പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും നടത്തുകയും ചെയ്യുന്ന എല്ലാ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഡോക്ടർ സാദ് വർഗീസ് ആയിരുന്നു ക്ലാസ് എടുക്കേണ്ടത്. എന്നാൽ അദ്ദേഹം ചിക്കാഗോയിൽ നിന്ന് തിരികെ പോകുന്ന ഫ്ലൈറ്റ് എന്തോ മിസ്സായി, അതുകൊണ്ട് സമയത്ത് ചെല്ലത്തില്ല എന്നറിയിച്ചത് കൊണ്ടാണ് പ്രകാരം ഒരു ചേഞ്ച് ആവശ്യമായത്. എന്നാൽ ആ സമയത്ത് തന്നെ കർത്താവിന്റെ ദാസൻ അത് എടുക്കാമെന്ന് പറയുകയും ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് കൂടുവാനും ഇടയായതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ ജോർജ് വർഗീസ് ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ക്രിസ്റ്റോളജി. അദ്ദേഹത്തെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാട്ടെ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി. നല്ല ദൈവമേ, സ്വർഗപിതാവേ, കർത്താവേ, അങ്ങയുടെ പാദം എടുത്തൊരു പ്രാവശ്യത്തെ കർത്തവ്യം കർത്താവ് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്താവേ അങ്ങേ സ്തുതിപ്പാൻ നൽകി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാവരും തക്ക സമയത്ത് കർത്താവേ ക്ലാസ്സിൽ കയറുവാനും ശ്രദ്ധയോട് പഠിക്കുവാനും ഇടയാക്കണം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്തൃദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിച്ചാട്ട് കർത്താവേ, ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് ഇത് ജാഗ്രതയോട് പഠിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ, ദൈവമേ, സാറിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അദ്ദേഹത്തിന്റെ താഴ്ന്ന ഫ്ലൈറ്റിന്റെ മിസ്സിങ് ഞങ്ങളോട് അറിയിച്ചല്ലോ കർത്താവെ. അദ്ദേഹത്തെ തക്ക സമയത്ത് ദൈവം അനുഗ്രഹിക്കണേ, കൃപയിൽ സൂക്ഷിക്കണേ കർത്താവെ. ക്ലാസ് എടുക്കുന്ന ഓരോ അധ്യാപകരെയും അവരുടെ പ്രായത്തെയും ദൈവം അനുഗ്രഹിച്ച് കർത്താവെ അവർക്ക് ആരോഗ്യം ബലമെല്ലാം കൊടുക്കണേ കർത്താവെ. കണിച്ചതാകുന്ന ഓഫീസും കഴിഞ്ഞ് കിടക്കുന്ന കർത്താവിന്റെ അങ്ങയുടെ ശ്രേഷ്ഠദാസനായ സ്തോത്രം കർത്താവ് സഹായിക്കണേ. ലീഡിയനായ കർത്തൃദാസനെയും ബലപ്പെടുത്തുന്ന വിധങ്ങളായ വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങളോട് പറയുമ്പോൾ അനുസരണത്തോട് ദൈവഭക്തിയോടും പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലാം ഒരുക്കണം. എല്ലാ കുടുംബങ്ങളുടെയും കർത്താവ് വിശേഷമായ അനുഗ്രഹങ്ങൾ പകരുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഷജിക്കിടാൻ ഫാസ്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാവർക്കായി സ്തോത്രം. അടുത്ത ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു എലിസബത്ത് ആന്റി. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്ലൈഡ്സ് കാണുന്നുണ്ടല്ലോ. ഉണ്ട്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ക്രിസ്റ്റോളജിയുടെ കുറെ ഭാഗം പഠിക്കുവാനിടയായി തീർന്നു. ഇന്ന് വീണ്ടും ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ലാസ്സുകൾ എടുക്കുവാൻ ഞാൻ ചിക്കാഗോയിൽ നിന്ന് ഈ ആഴ്ച അവസാനമേ മടങ്ങി ഫിലദൽഫിയയ്ക്ക് പോവുകയുള്ളൂ. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ആ മീറ്റിങ്ങുകളിൽ സംബന്ധിപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെ കോളേജിൻ്റെ പ്രസിഡൻറ്റുമായിട്ട് കണ്ട് സംഭാഷണം ചെയ്യുവാനും പരിചയപ്പെടുവാനും ഇടയായി തീർന്നു. പ്രിയ പ്രിസൈഡ് ചെയ്യുന്ന കർത്തദാസൻ ലാലി പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പാർട്ടിസിപ്പൻസായിട്ട് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും പഠനത്തിനായി ദൈവജന പഠനത്തിനായിട്ട് വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെയും ദാസിമാരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ അവസാനത്തെ 1-2 സ്ലൈഡ്സ് പ്രിവ്യൂ ചെയ്തതിന് ശേഷം അതിൻ്റെ തുടർന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ മാത്രം പറയുന്ന ഒരു സംഭവമാണ് ദ വിസിറ്റ് ഓഫ് മാഗീസ് ഓർ 3 വൈസ് മെൻ ഫ്രം ദ ഈസ്റ്റ്. കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് യെരുശലേമിൻ്റെ കിഴക്കൻ രാജ്യങ്ങൾക്ക് 2-ാം അധ്യായം തുടങ്ങുന്നതിന് കിഴക്ക് നിന്ന് യെരുശലേമിലാണ് എഴുതുന്ന ആൾ എഴുതുന്നതും ആ ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തുമാണ് താനായിരിക്കുന്നത് ലൂക്കോസ്. അതിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നും വിദ്വാൻമാർ കടന്നു വരും. ആ കിഴക്കൻ ഭാഗങ്ങൾ ഏതാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഞാൻ അടുത്ത സ്ലൈഡിൽ അത് നിങ്ങൾക്ക് കാണിക്കാം. ഒരു പ്രത്യേക നക്ഷത്രം, അത്ഭുത നക്ഷത്രം കണ്ടു. അതൊരു രാജാവിൻ്റെ പിറവിയാണെന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി.
3 പേരാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. അവർ കൊണ്ടുവന്ന കാഴ്ച വസ്തുക്കൾ 3 ആയിരുന്നതുകൊണ്ട് 3 പേരായിരുന്നുവെന്നും തീർച്ചയായിട്ടും ഒരു ദീർഘയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, പരിചരണം, പിന്നെ കഴുതകൾക്ക്, ഒട്ടകങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന തീറ്റ, മറ്റു കാര്യങ്ങൾക്ക് സഹായികളായിട്ടുള്ള അടിമകളായിട്ടുള്ള ആളുകളോ ജോലിക്കാരായിട്ടുള്ള ആളുകളോ അവരെ തീർച്ചയായിട്ടും അനുഗമിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ലീഡേഴ്സ് കുറഞ്ഞത് 3 പേര് ഉണ്ട്. 3 സ്ഥലങ്ങളിൽ നിന്ന് പ്രതിനിധികളായിട്ട് നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ അവിടെ കടന്നു വരുവാൻ എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നു. പക്ഷേ ആ നക്ഷത്രം കണ്ട് ഇറങ്ങി തിരിച്ച അവർ ഏതാണ്ട് ഇവർ ഈ കർത്താവായ യേശുവിനെ കാണുമ്പോൾ ഏകദേശം 2 വർഷമായിട്ടുണ്ട്. അത് നമുക്ക് വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. മത്തായി 2-ാം അധ്യായത്തിൽ നിന്ന് 2 വയസ്സിനും അതിന് താഴെയുമുള്ള കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ ആണ് അവിടെ കൊല്ലുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ടതായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് ഏകദേശം 2 വർഷമായി എന്ന് കാണുന്നു. രാത്രിയും പകലും ഒക്കെ രാത്രിയിൽ അവർ തീർച്ചയായിട്ടും സഞ്ചരിക്കും. കാരണം നക്ഷത്രം കണ്ടുകൊണ്ടുള്ള യാത്രയായതുകൊണ്ട് പകൽ സഞ്ചരിക്കാൻ ഒക്കത്തില്ല. അതെന്താണെന്ന് മനസ്സിലായല്ലോ. സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നക്ഷത്രത്തിൻ്റെ സഞ്ചാരം മനസ്സിലാകാൻ കഴിയാത്തതുകൊണ്ട് അത് നൈറ്റ് ഡ്യൂട്ടി ഏതാണ്ട് 2 വർഷം അവർ രാത്രി യാത്രകളായിരുന്നു. നേരം പ്രഭാതമാകുമ്പോൾ എവിടെയെങ്കിലും വൃക്ഷത്തിന് തണലോ മറ്റോ കയറി എല്ലാ അരുവികളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ കുടിച്ച് കയ്യിലുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ അന്നത്തെ കാലങ്ങളിൽ ആൾപ്പാർപ്പില്ലാത്തതായിരിക്കുന്ന വനങ്ങളും മറ്റുള്ള സ്ഥലങ്ങളും ഉണ്ട്. അവിടെ നിന്നുള്ള കായികനികളോ മറ്റോ കുടിച്ചും കഴിച്ചുമൊക്കെ അവർ പോവുകയാണ്. അപ്പോൾ അങ്ങനെ രാത്രിയിൽ നക്ഷത്രത്തിൻ്റെ ഗതി നോക്കി യാത്ര ചെയ്യുന്ന മധ്യത്തിൽ ഈ യെരുശലേമിൽ ബേത്ലഹേമിനോട് കർത്താവായ യേശുക്രിസ്തുവും മാതാപിതാക്കന്മാരും താമസിക്കുന്ന വീടിനോട് ഏതാണ്ട് അടുത്ത് തന്നെയാണ് ഹെരോദാവിൻ്റെ കൊട്ടാരം. ഒത്തിരി അകലെയല്ല. അപ്പോൾ ഒരു രാജാവിൻ്റെ പിറവിയാണ്, രാജാക്കന്മാർ കൊട്ടാരത്തിലാണല്ലോ ജനിക്കാറ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൊട്ടാരം കണ്ട് അവർ കൊട്ടാരത്തിലേക്ക് പോകുവാനിടയായി. ദർശനം കണ്ട് ഇറങ്ങി തിരിച്ച ആളുകൾക്ക് ദർശനം തെറ്റി. പക്ഷേ നക്ഷത്രം അവരെ ചതിച്ചില്ല. നക്ഷത്രം എത്തിക്കേണ്ടിടത്ത് അവരെ എത്തിച്ചു. അവരവിടെ പ്രവേശിച്ചുവെങ്കിലും ആ നക്ഷത്രം അവർക്ക് വേണ്ടി കാത്തിരുന്നു. അവിടെ ദർശനം തെറ്റിപ്പോയി. എങ്കിലും ദർശനം തെറ്റിപ്പോയ ഈ വിദ്വാൻമാർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി നക്ഷത്രം കാത്തുനിന്നു എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരമാണ്. ഇവരെ ആ ശിശുരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് നക്ഷത്രം ഏറ്റെടുത്തത്. ഒരു GPS പോലെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് GPS എല്ലാം കറക്റ്റ് ചെയ്ത് വിടുമ്പോൾ GPS ആണ് അത് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർ യാത്ര ചെയ്തു. ഹെരോദ രാജാവിൻ്റെ എത്തിക്കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം അസ്ഥാനത്തായിരുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. എന്ത്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? അപ്പോൾ ഹെരോദ രാജാവ് ചഞ്ചലിച്ചു. ഞാനിവിടെ രാജാവായിരിക്കുമ്പോൾ മറ്റു രാജാവ് ജനിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് താൻ ചഞ്ചലിച്ചത്. അപ്പോൾ താൻ അവിടെയുള്ള പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു വരുത്തി. ക്രിസ്തു ജനിക്കുന്നത് എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടി അവരെല്ലാവരും വളരെ അടിയന്തരമായി അവരെ വിളിച്ചുകൂട്ടി. പെട്ടെന്ന് അവരെ ഏടും പുസ്തകങ്ങളുമൊക്കെ എടുത്തു. അങ്ങനെ ഈ പറയപ്പെട്ട വേദശാസ്ത്രത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നല്ല അറിവുള്ള ആളുകൾ, ശാസ്ത്രിമാരും അതുപോലുള്ള വിദ്വാൻമാരും അവരെ മീഖായുടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം കണ്ടെത്തി. അതിനുശേഷം ഈ പറയപ്പെട്ട വിദ്വാൻമാർ അവിടെ നിന്ന് യാത്ര ചെയ്തു. നക്ഷത്രം അവരെ കൊട്ടാരത്തിലെത്തിച്ചു. ഇനിയുമാണ് നമ്മൾ കർത്താവായ യേശുവിനെ അവരെ കാണുവാൻ തക്കമിടയായിട്ടുന്ന സംഭവം. ഒരു വാക്യം വായിക്കാം. 2 സിസ്റ്റേഴ്സാണെന്ന് വായിക്കുവാൻ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന സിസ്റ്റർ ബിൻസി, സിസ്റ്റർ അഞ്ജു സാറ. അപ്പോൾ ഈ ആദ്യത്തെ 2 വാക്യങ്ങൾ ആദ്യം ബിൻസി സിസ്റ്റർ വായിക്കും. പിന്നത്തെ 2 വാക്യങ്ങൾ ആ ക്രമത്തിൽ തുടർന്ന് വായിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ആദ്യമായിട്ട് വായിക്കാം.
നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ അത് അടുത്തോടെ ചേർത്ത് വായിച്ചാട്ട്. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. ശിശുവിനെ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. ശിശുവിനെ അമ്മയായ മറിയോട് ആ വീട്ടിൽ ചെന്നു കണ്ടു സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. മതി. നിക്ഷേപപാത്രങ്ങളെ വായിക്കുന്നത് നന്നായിരിക്കും. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഇവിടെ നമുക്ക് പ്രത്യേകം ചിന്തിക്കാനുള്ള ഒരു വിഷയം, ആ വീട്ടിൽ ചെന്നു. ശിശുവിനോടുകൂടി ആരൊക്കെ ഉണ്ട്? ശിശുവിൻ്റെ മാതാവായ മറിയയും വളർത്തപ്പന ജോസഫും ഉണ്ട്. ഏതാണ്ട് 2 വയസ്സുള്ള ഒരു ശിശുവുണ്ട്. അപ്പോൾ വളരെ ദൂരെ നിന്ന് രാജാവിനെ കാണാനുള്ള ആ ഒരു ദർശനമായി വന്ന ഈ പറയപ്പെട്ട വിദ്വാൻമാർ ഒന്നാമത് ചെയ്തത് ശിശുവിനെ അമ്മയായ മറിയോട് കൊണ്ട്, അപ്പൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ലെങ്കിലും ഉണ്ട്, വീണ് അവരെ നമസ്കരിച്ചു എന്നല്ല, വർഷിപ്ഡ് ദം എന്നല്ല. ഒരു ഭാഷയിലും നിങ്ങൾ നോക്കിയാലും അങ്ങനെ കാണാൻ പോകുന്നില്ല. വർഷിപ്ഡ് ഹിം. യേശു ഒരു കുഞ്ഞാണ്. മറിയയും യോസഫും യൗവനക്കാരാണ്. ഈ വിദ്വാൻമാർക്ക് തെറ്റുപറ്റിയതല്ല. അവരെ നക്ഷത്രം കാണിച്ച് ഒരു മഹാരാജാവിൻ്റെ ജനനം, മശിയായുടെ ജനനത്തെ വെളിപ്പെടുത്തിയ ദൈവം ആരെ ആരാധിക്കണം എന്നുള്ള വെളിപ്പാട് കൂടെ ദൈവം അവർക്ക് കൊടുത്തു. അതുകൊണ്ട് അവർക്കൊരിക്കലും തെറ്റിയില്ല. അവർ കവിണ് വീണ് കുമ്പിട്ട്, കത്തോലിക്ക ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കുമ്പിട്ട് ആരാധിച്ചു. ഗ്രീക്ക് ബൈബിളിൽ ആ വാക്കിന് കൊടുത്തിരിക്കുന്ന പദം പ്രോസ്കുനിയ എന്നുള്ള പദമാണ്. പുതിയ നിയമത്തിൽ ആരാധന, ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് തത്തുല്യമായ പുതിയ നിയമത്തിലെ പദം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രോസ്കുനിയ. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ, പഴയ നിയമം അത് എഴുതിയിരിക്കുന്ന എബ്രായ ഭാഷയിലാണല്ലോ. പഴയ നിയമത്തിൽ ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുന്നു. ആ ഭാഗങ്ങളിലെല്ലാം ആരാധിച്ചു എന്ന് കൊടുത്തിരിക്കുന്നത് ബറാഖ് എന്നുള്ള പദമാണ്. ബറാഖ് എന്ന് പറയുന്ന ഹീബ്രു പദവും പ്രോസ്കുനിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദവും, ഈ 2 പദത്തിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. കവിണ് വീണ് ഒരു മഹാരാജാവിനെ, അല്ലെങ്കിൽ വളരെ പ്രതാപമുള്ള ഒരാളിനെ, ബഹുമാനിക്കപ്പെട്ട ഒരാളിനെ ആരാധിക്കുന്നത് പോലെ കർത്താവ് യേശുവിനെ ആരാധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ കൊണ്ടിരുന്ന ആ ഗിഫ്റ്റിൻ്റെ ബോക്സ് തുറന്ന് 3 വസ്തുക്കൾ യേശുവിനെ കാഴ്ചയായിട്ട് കൊടുത്തു, ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പൊന്ന് എന്ന് പറയുന്ന ഇത് യേശുവിൻ്റെ രാജത്വത്തെയും, മൂര് എന്ന് പറയുന്നത് യേശുവിൻ്റെ പ്രവാചകത്വത്തെയും, കുന്തിരിക്കം എന്ന് പറയുന്നത് പൗരോഹിത്യത്തെയും കുറിക്കുന്നു. കർത്താവ് ഏദൻ തോട്ടം മുതൽ കാൽവറി ക്രൂശ് വരെ പ്രവാചകനാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ മരണത്തിൻ്റെ ഉയർപ്പ് മുതൽ 2ാം വരവ് വരെ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്ന ഒരു പുരോഹിതൻ. അതാണ് കുന്തിരിക്കത്തെ കാണിക്കുന്ന പക്ഷവാദം ചെയ്യുന്ന കർത്താവ്, പുരോഹിതൻ. 3, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ രാജാവായിട്ട് വരുന്നു എന്ന് കാണാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി, ഈ കാര്യമൊന്നും ഇനിയും പറയുന്ന പരീക്ഷയ്ക്ക് വരുന്നതല്ല, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ശക്തമായിരിക്കുന്ന ഒരു ദൂതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. റോമൻ കാത്തലിക് സഭയിൽ മറിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിലെ നവംബർ മാസം വരെ അതുണ്ടായിരുന്നു. എന്നാൽ കത്തോലിക്ക സഭയിലെ പുതുതായിട്ട് വന്നതായ ലിയോ 14 എന്ന് പറയുന്ന പോപ്പ് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ഒരു കൽപ്പനയിലൂടെ ഇനി മേലാൽ ആരാധിക്കുന്നത്, അതുവരെയും ആരാധിച്ചു കൊണ്ടിരുന്നത് എന്താണ്? പരിശുദ്ധ മറിയ എന്നാണ് കാത്തലിക് ചർച്ചിൽ മറിയയെക്കുറിച്ച് പറയുന്നത്. അവരുടെ ജപമാലയ്ക്കകത്തും കൊന്തയ്ക്കകത്തും കന്യമറിയാമിനോടുള്ള പ്രാർത്ഥന ഉണ്ട്. പരിശുദ്ധ മാതാവെന്നാണ് അവർ വിളിക്കുന്നത്. ആ മാതാവിന് യേശുക്രിസ്തുവിന് കൊടുക്കുന്ന ആരാധനയോടുള്ള ആരാധന കൊടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ ഈ തിരുത്തൽ വന്നതോടുകൂടെ
ആരാധന ഈശോയ്ക്ക് മാത്രമാണ് എന്നും മറിയയ്ക്ക് ആദരവ് കൊടുത്താൽ മതിയെന്നും പുതിയ കൽപ്പന ഉണ്ടായി. അപ്പോൾ പല കത്തോലിക്ക പുരോഹിതന്മാരും യൂട്യൂബിലൊക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങി, പെന്തിക്കോസുകാർ പറയുന്നതാണല്ലോ നമ്മുടെ പോപ്പ് പറയുന്നത്, ഇയാളും പെന്തിക്കോസിലായോ എന്ന്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തിലായതല്ല, തിരുവചനവും ബൈബിളും എന്താണ് പഠിപ്പിക്കുന്നത് അത് ഇന്നെങ്കിലും ഈ സഭയുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉത്തരവാദിത്വമുള്ള അദ്ദേഹത്തിന് വെളിപ്പെട്ടല്ലോ എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്താണ് അവിടെ അതിൽ പറഞ്ഞിരിക്കുന്ന തിരുത്തൽ? അത് ഞാൻ കത്തോലിക്ക സഭയുടെ പ്രത്യേകമായിരിക്കുന്ന അവരുടേതായിരിക്കുന്ന ഒരു പേജുണ്ട്. ആ പേജിൻ്റെ അകത്തെ ആ വിളംബരങ്ങളെല്ലാം പ്രസിദ്ധം ചെയ്യുന്ന അവരുടെ ഒരു പ്രത്യേകമായിരിക്കുന്ന വെബ്സൈറ്റിൽ കടന്നുപോയി അത് ഞാൻ പകർത്തിയതാണ് ഇന്ന് നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇൻഫർമേഷന് വേണ്ടിയുള്ളതാണ്, പരീക്ഷയ്ക്ക് വരുന്നതല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ളത്. എന്താണ് ലിയോ 14 2025 നവംബർ 4 കൊടുത്ത കത്തോലിക്ക സഭയ്ക്ക് കൊടുത്ത കൽപ്പന എന്താണ്? സഹരക്ഷക, അല്ലെങ്കിൽ ലത്തീൻ ഭാഷയിൽ കോ റിഡംട്രിക്സ് എന്ന് പറയുന്ന ആ പദം ഇനിയും മേലാൽ മറിയ എന്ന് പറയുന്ന ആ മാതാവിന് ഉപയോഗിക്കാൻ പാടില്ല. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഒരു ഭാഗം മറിയയുടെ മനസ്സിലും ശരീരത്തിലും, ശാരീരിക മുറിവേറ്റില്ലെങ്കിൽ പോലും ഒരു വാക്ക് അതിനായിട്ട് അവരുപയോഗിച്ചത്, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കും എന്ന് പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആ വാക്കുകൾ എടുത്തുകൊണ്ട് മറിയ ഒരു മാതാവ് എന്നുള്ള നിലയിൽ ലോകത്തിൽ ഒരു പ്രസവിച്ച 9 മാസം അത് ചുമന്ന് പ്രസവിച്ച ഒരു മാതാവ് എന്നുള്ള നിലയിൽ ആ മാതാവ് ആ കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് ആ യേശു മരിക്കുമ്പോൾ ഒരു മാതാവ് എന്നുള്ളതിൽ മാനുഷികമായിട്ടുള്ള മാനസിക വേദന അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതും മനുഷ്യരുടെ രാക്ഷിക്ക് വേണ്ടി യേശു ക്രിസ്തു നടത്തിയ വീണ്ടെടുപ്പിൻ്റെ ബലികർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശുവിൻ്റെ വേദന എന്ന് പറയുന്ന ആ വേദന മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ഉള്ള വേദനയായിരുന്നു. ഗത്സമന മുതൽ കാൽവരി കുരിശ് വരെ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെട്ട മറിയ സഹരക്ഷകയല്ല. വത്തിക്കാൻ പുറത്ത് ഇറക്കിയ ആ ഡോക്ടറിനൽ നോട്ടീസിൽ അവിടെ പറഞ്ഞു, മറിയത്തിൻ്റെ പങ്ക് ക്രിസ്തുവിലാകുന്നു. മറിയ എന്താ അല്ലെങ്കിൽ രക്ഷയുടെ ഭാഗം ഏറ്റെടുക്കുകയോ സഹരക്ഷയോ അല്ല. രക്ഷയുടെ പ്രവർത്തനം ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ചതും ആ പാപഭാരം ഏറ്റതും നമ്മെ രക്ഷിച്ചതിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്വം യേശുവിന് മാത്രം ഉദിക്കുന്നത്. അതുകൊണ്ട് അത് മറിയയ്ക്ക് പങ്കുവയ്ക്കാനുള്ളതല്ല. അതുകൊണ്ട് മറിയ സഹരക്ഷക അല്ല, രക്ഷ ക്രിസ്തുവിൽ മാത്രം. കൃപയുടെ ദൈവത്തിൻ്റെ കൃപ അവളിൽ ചൊരിഞ്ഞതുകൊണ്ട് അവൾ ഈ ക്രിസ്തുവിനെ പേറുവാൻ പ്രസവിപ്പാൻ ഇടയായി തീർന്നു. വീണ്ടെടുപ്പ് ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂവെന്ന് വത്തിക്കാൻ്റെ ആ വെബ്സൈറ്റിൽ ഊന്നി പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ്, സകല കൃപാവരത്തിൻ്റെയും അതേ ഒരു മധ്യസ്ഥത എന്നുള്ള ഒരു പദവി കൂടെ കത്തോലിക്ക സഭ മറിയയ്ക്ക് കൊടുത്തിരുന്നു. കൃപാവരങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ അകത്തും മറിയയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളോ പദവികളോ പങ്കോ ഇല്ല എന്നുള്ളതും അവിടെ തിരുത്തപ്പെടുവാൻ ഇടയായി. അത് വാഴ്ത്തപ്പെട്ടതായ കന്യകയ്ക്കോ അപ്പോസ്തലന്മാർക്കോ കൃപയുടെ വിതരണക്കാരായി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അത് തൃത്വത്തിൽ പിതാപുത്ര പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് അവിടെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇനിയും ഞാൻ ഈ പറയപ്പെട്ട കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഉള്ള ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയും. കിഴക്ക് നിന്ന് എന്നുള്ള പദം ഉള്ളതുകൊണ്ട് എവിടെ നിന്നായിരിക്കണം ഇവർ വന്നത്? ഇതൊരു കൺസെപ്റ്റാണ്. 100% കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ് കാണിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ ഏകദേശം യെരുശലേമിൻ്റെ കിഴക്കൻ ഭാഗം ഏതായിരുന്നുവെന്ന് ഭൂമിയുടെ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഈ മാപ്പിൻ്റെ അകത്ത് കണ്ടല്ലോ, മെഡിറ്ററേനിയൻ സീയുടെ സമീപത്ത് കിടക്കുന്ന ആയ യെരുശലേം എന്ന് പറയുന്ന
ആ പട്ടണം, അതിനടുത്തുള്ള ബേദലഹേം എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലവും അതിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് കിഴക്കായിട്ട് കിടക്കുന്നത്, അല്പം താഴെയായിട്ട് കൽദേരുടെ പട്ടണമായ ഊര് മെസോപ്പൊട്ടമിയ, ഇറാഖ് വരുന്നുണ്ട്. അതിന് മുകളിൽ മധ്യത്തിലായിട്ട് വരുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളുടെ തീരത്തുള്ളതായ മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്ന പുതിയ ഏറ്റവും പഴയ പുരാതന ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഊർ എന്ന് പറയുന്ന സ്ഥലം. ഊർ എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് മെസോപ്പൊട്ടോമിയ. കൽദരുടെ പട്ടണമായ ഊര്, മെസോപ്പൊട്ടോമിയ എന്നുള്ള രണ്ട് ഗ്രീക്ക് വാക്കുകളുടെ അർത്ഥം നദികൾക്ക് ഇടയിൽ നിന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ മിസോ എന്ന് പറഞ്ഞാൽ ഇൻ ദ മിഡിൽ ഓഫ്, മധ്യത്തിൽ. പൊട്ടാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളങ്ങൾ, നദികൾ എന്ന അർത്ഥം. ഒരു നദിക്ക് മാത്രം പൊട്ടാമിയോസ് എന്നേ പറയത്തുള്ളൂ. നമ്മൾ സാധാരണ പറയുമല്ലോ, വെള്ളത്തിൽ കിടക്കുന്ന കുതിരകൾക്ക് മലയാളത്തിൽ പറയുന്നത് എന്താ? നീർക്കുതിരകൾ. കുതിര എന്നുള്ളതിന് ഗ്രീക്കിൽ ഹിപ്പോ എന്ന് പറയും. വെള്ളം എന്നുള്ളതിന് പൊട്ടാമിയ എന്ന് പറയും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹിപ്പോ പൊട്ടാമിയ? ദ ഹോഴ്സ് ദാറ്റ് ഈസ് ലീവിങ് ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ കിടക്കുന്ന കുതിരകൾ നീർക്കുതിര. അപ്പോൾ പൊട്ടാമിയോ എന്നുള്ള ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വെള്ളം, ജലാശയം. ഒന്നിലധികം നദികൾ ഉണ്ടെങ്കിൽ പൊട്ടാമിയോ എന്ന് പറയും, അല്ലെ പൊട്ടാമിയോസ് എന്ന് പറയും. മിസോ എന്ന് പറഞ്ഞാൽ ഇടയിൽ, പൊട്ടാമിയോസ് എന്ന് പറഞ്ഞാൽ നദികൾ എന്ന് പറഞ്ഞാൽ, മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞാൽ പുരാതന സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് എവിടെയാണ്? കൽദേരുടെ പട്ടണമായ ഊരാണ്. ഏതാണ് രണ്ട് നദികൾ? നമുക്കവിടെ കാണാം. രണ്ട് നദികൾ ടൈഗ്രീസും യൂഫ്രട്ടീസും. ഏദൻ തോട്ടത്തിൻ്റെ ലൊക്കേഷനും അതാണ്. ഏദനിൽ നിന്ന് പുറപ്പെട്ട 4 നദികളിൽ മൂന്നാമത്തെയും നാലാമത്തെയും നദികളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. പീശോൻ, ഗീഹോൻ എന്നുള്ള നദികൾ ഇന്ന് അത് ഭൂമിയിൽ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഉത്തരം, നോഹയുടെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയുടെ മുഖച്ഛായയ്ക്ക് മാറ്റം വന്നു. 375 ദിവസം ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു കിടന്നതുകൊണ്ട് പല നദികളും വെള്ളത്തിൻ്റെ ഒഴുക്കിനാലും അതുപോലെ ചെളിവെള്ളങ്ങളും അതുപോലെ മരങ്ങളും വീണ് അത് കരയായി പോയി. അങ്ങനെയെങ്കിൽ വളരെ ലോജിക്കലായിട്ട് അതിന് മറുപടി അറിയാൻ കഴിയുന്നുണ്ട്. 4 ശാഖകളായിരുന്ന ഒരു നദിക്ക് 3-4 ശാഖകൾ. ഏദൻ തോട്ടത്തിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മെസോപ്പൊട്ടോമിയാണ്. ഇതൊന്നും ക്രിസ്തുവിൻ്റെ ചരിത്രമായിട്ട് ബന്ധം ഇല്ലാത്തതാണ്. എങ്കിലും ഇത് പഠിക്കുമ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് വഴി പറയുകയാണ്. പിന്നെ ഇവിടെ കാണുന്നതായിരിക്കുന്ന ഒരു രാജ്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. മിത്രനെ ആരാധിക്കുന്ന രാജ്യം. മിത്രൻ എന്ന് പറയുന്ന ഇത് സൂര്യൻ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു ഇറാൻകാർ. ഈ ഇറാൻ എന്ന് പറയുന്ന പേര് തന്നെയാണ് ആര്യൻ. ഇറാൻ എന്നുള്ളത് AYRAN മലയാളീകരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആര്യൻ എന്ന് പറയാം. 1979 മുതലാണ് ആയത്തുള്ള ഖുമേനി അവിടെ ഭരിക്കാൻ തുടങ്ങിയത്. പുതിയ ഒരു അല്ലെങ്കിൽ ഈ ഖുറാൻ്റെ ക്രമപ്രകാരം ഒരു ഭരണം തുടങ്ങി എന്ന് കാണാൻ കഴിയും. സൗദി അറേബ്യയും ഇറാനുമാണ് ആ ഭരണത്തിലുണ്ടായിരുന്നത്. പക്ഷേ സൗദി കുറേയൊക്കെ മാറ്റം വരുത്തി. ഇറാനിൽ അങ്ങനെ മാറ്റം വരുത്തിയില്ല. ആ മാറ്റം വരുത്തുവാൻ ഉള്ള പരിശ്രമമായിരുന്നു ഫെബ്രുവരി 28 മുതലുള്ള യുദ്ധങ്ങളുടെ പരിണിത ഫലങ്ങൾ. എന്തായിരുന്നാലും ഖുമേനി കൊല്ലപ്പെട്ടു. ഖുമേനി അധികാരത്തിൽ വന്നത് മുതൽ ആ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നായി. അതിനു മുമ്പ് അതിന് കൊടുത്തിരുന്ന പേര് ആ രാജ്യത്തിലെ ജനങ്ങൾ സംസാരിച്ച ഭാഷയ്ക്ക് ഫാഴ്സി എന്നാണ്. FARSI ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഇറാൻ. 7 മില്യൺ ഇറാനിയൻസ് ഇന്നും സംസാരിക്കുന്ന ഭാഷ ഫാഴ്സി ആയതുകൊണ്ട് ഫാഴ്സി സംസാരിക്കുന്ന ആളുകളെ ഫാഴ്സികൾ എന്ന് വിളിച്ചു. അത് വന്ന് ലോപിച്ച് പേർഷ്യക്കാരെന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന ബൈബിളിൽ പറയുന്ന പേർഷ്യ മസ്കറ്റും അതുപോലെ ഖത്തറും അതുപോലെ അബുദാബിയും അങ്ങനെയുള്ള കുവൈറ്റും ഒന്നുമല്ല. വേദപുസ്തകത്തിൽ പറയുന്ന ഫാർസി എന്ന് പറയുന്ന പേർഷ്യ അത് യഥാർത്ഥമായി എസ്ര, നെഹമ്യാവ്, എസ്തേർ, ദാനിയേൽ എന്നീ പുസ്തകങ്ങളിൽ പറയുന്നതാണ് പേർഷ്യ. പക്ഷെ മറ്റുള്ള ആളുകൾ ആ പേരെടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഒറിജിനൽ ഫാർസി എന്ന് പറയുന്നത്
ഈ പറയപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെയുള്ള ആളുകളുടെ ഭാഷ അനുസരിച്ച് ഇതായി പേര് ആകുവാനിടയായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഫാർസി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഫാർസികൾ എന്നല്ല പറയുന്നത്, ആ സ്ഥലത്തിന് പറഞ്ഞിരുന്ന പേര് ഏലാം എന്നായിരുന്നു. നിങ്ങൾക്ക് അതിന് ആധാരമായി ക്രിസ്തുവിന് മുമ്പ് BC ഈ രാജ്യം പേർഷ്യ അല്ലായിരുന്നു, ഇറാൻ അല്ലായിരുന്നു, ഏലാം എന്നായിരുന്നു. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഡാനിയൽ 8:2. ദാനിയൽ 8:2. ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഉലായി നദി ഈ ദർശനം ഇതെപ്പോഴാണ്? ദാനിയേൽ ഏത് കാലഘട്ടത്തിലാ? BC 606 ബാബിലോൺ ചക്രവർത്തി ആയിരിക്കുന്ന ആ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ ദാനിയേൽ കണ്ട സ്വപ്നത്തിൽ ആ രാജ്യത്തിന്, അല്ലെങ്കിൽ ഇത് ആ ദാനിയേലിന് ശേഷം ഉണ്ടായ സാമ്രാജ്യം, 2 സാമ്രാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത്, നിങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ അത് പഠിക്കും, കൂട്ടിച്ചേർത്താണ് മീഡ് ആൻഡ് ഫാർസികൾ. മീഡുകളും ഫാർസികൾ. മീഡ്സ് എന്ന് പറയുന്നത് ഒരു വർഗമാണ്, ഒരു ഗോത്രമാണ്. ഫാർസി എന്ന് പറയുന്നത് വേറൊരു വർഗമാണ്. നമുക്ക് 2-ാമത്തെ ഭരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ദാര്യാവേശും കോരശും കൂടെ ചേർന്ന് ഒരു സമ്മിശ്രമായ ഭരണം ഉണ്ടാക്കിയതായ കാലഘട്ടം പിന്നെ വന്നത്. അതിനു മുമ്പ് എലാമൈറ്റ്സ് എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. അത് പഴയ പുസ്തകങ്ങളിൽ മാത്രമല്ല, അവരെ പാർത്യരും പറഞ്ഞിരുന്നു. പാർത്യര്, പേർഷ്യക്കാരെ പാർത്യരെന്ന് പറയുന്നു, ഏലാമ്യരെന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അതുകൂടെ വായിക്കണേ. ഇനിയും അടുത്തതായിട്ട് വായിക്കേണ്ടതായിട്ട് ഉള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം കൂടെ വായിക്കണം. ഇതിനെല്ലാം ബൈബിളിലും ഹിസ്റ്ററിക്കകത്തും വ്യക്തമായ തെളിവ്. ഈ പറയുന്നതൊന്നും ഊഹാഭോഗങ്ങളല്ല, വെളിവില്ലാതെയും തെളിവില്ലാതെയും അല്ല പറയുന്നത്. സകലവും അരിച്ചു കുണിച്ച് അത് ചരിത്രം പഠിച്ച ഒരു ചരിത്ര വിദ്യാർത്ഥി, വേദപുസ്തകത്തിനും പുറത്തും മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. 2:9 അപ്പോസ്തല പ്രവൃത്തികൾ. അവിടെ പെന്തക്കോസ്ത് പെരുന്നാളിൽ 18 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളിലെ പ്രതിനിധികൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതാരാണെന്ന് നോക്കാം. 2:9 വായിച്ചാട്ട്. പാർത്യരും ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, ഏലാമ്യരെ പാഴ്സികളെന്നും പിന്നെ പാർത്തിയൻസ് എന്നും വിളിച്ചു. അടുത്തത് മേദ്യർ. ഞാൻ പറഞ്ഞല്ലോ, ഈ പേർഷ്യൻ സംസ്ഥാനത്തിന് വിശാലമായ ഭാഗത്തെ ഒരു ഗ്രൂപ്പ് ഗോത്രമാണ് മീഡ്സ് എന്ന് പറയുന്ന മേദ്യരുടെ നേതാവായിരുന്നു. ദാര്യാവേശ് എന്ന് പറയുന്ന ആള് മറ്റേ ഫാർസികളുടെ നേതാവായിരുന്നു സൈറസ് എന്ന് പറയുന്ന കോരേശ്. മേദ്യരും പാർസ്യരും ഏലാമ്യരും. മതി, കിട്ടിയോ? നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല, ശ്രദ്ധിക്കണം. ഒരു ബൈബിൾ വിദ്യാർത്ഥി, ചരിത്ര വിദ്യാർത്ഥി ആയിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ തികഞ്ഞു കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ചകഞ്ഞു പിറക്കി കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളതല്ല അവിടെ ഇവിടെയും കിടപ്പുണ്ട്. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഫാർസികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇറാനിലുള്ള ആര്യന്മാരാണ്. ഇന്ത്യയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ദ്രാവിഡന്മാർ സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ ദ്രാവിഡന്മാരെ തോൽപ്പിക്കുവാൻ കടന്നു വന്ന ആളുകൾ ഇറാനിൽ നിന്ന് വന്ന ആര്യന്മാരാണ്. അങ്ങനെ ആര്യന്മാർ ഒത്തിരി പേര് ഫാഴ്സികൾ ഇന്ത്യയിൽ വന്നു. ആദ്യത്തെ ആളിൻ്റെ പേരാണ് രത്തൻ ടാറ്റ. മൊട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഉണ്ടാക്കുകയും ഇന്ത്യയിൽ നിന്ന് പെഷവാർ വരെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് പറപ്പിച്ചതായിരിക്കുന്ന ഒരു പൈലറ്റായിരുന്നു ഈ പറയുന്ന ടാറ്റ. ജംഷഡ് ടാറ്റ വേറെ. ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഇൻഡസ്ട്രിയൽ സിറ്റി ആയത് ടാറ്റയുടെ വേറെ ആ വംശത്തിൽപ്പെട്ട മറ്റ് ഒരാളാണെന്ന് നമുക്കിവിടെ കാണാൻ. ഞാൻ ആളുകളുടെ പേരൊന്നും പെടുന്നില്ല. ഗോദറേജ് പൂട്ടിൻ്റെ പേരല്ല, കമ്പനിയുടെ പേരാ പറയുന്നെങ്കിലും അത് ഒരു ഫാഴ്സി ഇവിടേക്ക് മിഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വന്നായ അതായത് ഫാഴ്സി വംശത്തിൽപ്പെട്ട ഇറാനിയൻ്റെ പേരാണ് ഗോദറേജ്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നീങ്ങത്തില്ല. പറയാനാണെങ്കിൽ ഒരു അരമണിക്കൂറത്തെ ചരിത്രം എനിക്ക് പറയാനുണ്ട്. രാജീവ് ഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി ഫാഴ്സി ആയിരുന്നു.
അതുപോലെ ഒത്തിരി ഫാഴ്സികളെക്കുറിച്ച് കാണും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അകത്ത് പ്രവർത്തിച്ചതായിരിക്കുന്ന ഫാഴ്സികൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഒരു സൈന്യത്തിൻ്റെ നേതാവായിരിക്കുന്ന മനേക് ഷാ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ അത്ഭുതകരമായ വിജയം കൈവരിപ്പാൻ നേതൃത്വം കൊടുത്തായ മനേക് ഷാ ജനറൽ എന്ന് പറയുന്നത് പാഴ്സിയായിരുന്നു. ചുരുക്കി പറയട്ടെ, ആ മതത്തെ സ്വരാഷ്ട്രിയൻസ് എന്ന് പറയുന്നു, സ്വതരാഷ്ട്ര മതം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇറാനിൽ നിന്നും വന്നിരിക്കാം എന്ന് പറയുന്നു. നമുക്കതിനെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രവചന ഭാഗം കൂടെ വായിക്കാം. വേറെ ചില സംശയങ്ങളും വേദപുസ്തകമുണ്ട്. 72-ാം സങ്കീർത്തനം 10-ാം വാക്യം അടുത്ത ആളെന്ന് വായിച്ചാട്ട് അത് കഴിഞ്ഞ് വായിക്കേണ്ടത് യെശയ്യാ 60-ന്റെ 6. ദർശിഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. ഷേബയിലും സേബയിലും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. മതി. അവിടെ കാണാം തർശീഷ് എന്ന് പറയുന്ന ഗ്രേറ്റ് ബ്രിട്ടനാ. ദ്വീപുകൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഐൽസ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, 3 ദ്വീപുകൾ ചേരുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം. ഇപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തൊക്കെ മാറുന്നുണ്ട്. അതാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. തർശീഷ് ദ്വീപുകൾ. യോനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയത് തർശീഷിലേക്കാണ്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന സ്ഥലം. അതിനെക്കുറിച്ച് കൂടുതലും പറയുന്നില്ല. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരെന്ന് പറഞ്ഞു. ഇവിടെ അവിടെ നിന്ന് വരാൻ സാധ്യത കുറവാണ്. എങ്കിലും അവിടെ പ്രവാചകൻ അങ്ങനെ പറയുന്നു. ഷേബ ഏതാണ്? ഷേബ എന്ന് പറയുന്നത് നമുക്കറിയാം. ഉൽപ്പത്തി വായിക്കണ്ട, ഞാൻ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മാത്രം പറയാം പെട്ടെന്ന്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കോൺക്യുബൻ, വെപ്പാട്ടിയായിരിക്കുന്ന ഒരു ആളുണ്ട്, കെതൂറയുടെ കൊച്ചുമകളാണ് ഷേബ. യമൻ എന്ന് പറയുന്ന സൗദിക്ക് അടുത്ത് കിടക്കുന്ന രാജ്യത്തുള്ള, അന്ന് പുരാതന കാലത്ത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ സുഗന്ധദ്രവ്യങ്ങൾ, നിങ്ങൾ 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൽ എവള് കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങളും ഈ സ്ത്രീ കൊണ്ടുവന്ന പൊന്നും അതുപോലുള്ളതായിരിക്കും. സുഗന്ധദ്രവ്യങ്ങൾക്കകത്ത് കുന്തിരുക്കമുണ്ട്, സുഗന്ധദ്രവ്യങ്ങൾക്കകത്ത് മൂരുമുണ്ട്, ഗോൾഡുണ്ട്, പ്യുവർ ഗോൾഡുണ്ട്. അപ്പോൾ യമൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരാൾ വന്നിരിക്കുക. ഈ 3 പേരും 3 സ്ഥലങ്ങളിൽ നിന്ന് നക്ഷത്രം കണ്ടുവന്നും ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവർ ഒന്നിക്കാനിടയായും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നിച്ച് യാത്രയായിട്ട് വന്നുവെന്നും പറയുന്നു. അതൊന്നും കറക്റ്റായിട്ടില്ല. പക്ഷേ ഞാനൊരു കൺസെപ്റ്റ്, ചിന്താഗതിയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് യമൻ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഷേബ, പൊന്ന് ധാരാളമുള്ള ഒരു സ്ഥലമാണ്. ആ ഷേബ എന്ന് പറയുന്ന ആ ലേഡിക്ക് ഷീബ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്നു. ഹീബ്രുവിലാണ് ഷേബ എന്ന് പറയുന്നത്. അറബി ഭാഷയിൽ ഖുറാനിൽ ഈ സ്ത്രീക്ക് പറയുന്ന ഒരു പേരുണ്ട്, ബൽക്കീസ്. മുസ്ലിം പെൺകുട്ടികൾക്ക് ബൽക്കീസ് എന്നുള്ള പേരുണ്ട്. അറബിയിൽ ഷേബയുടെ പേരാണ് ബൽക്കീസ്. അതുപോലെ തന്നെ അവർക്ക് വേറെ പല പേരുമുണ്ട്. ഞാനൊരു ബാക്കിനായിട്ട് പോകുന്നില്ലേ. യെശയ്യാ 60-ാം അധ്യായത്തിൽ ഒട്ടകങ്ങളുടെ കൂട്ടം വരുന്നതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട്. അതുകൂടെ വായിച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. യെശയ്യാ 60-ന്റെ 6-ാം വാക്യം വായിച്ചാട്ട്. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെ ഏഫയിലെയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ഷേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. മതി. എത്ര മനോഹരമായ ഒരു പ്രസ്താവനയാ. അത് 100% നമുക്കത് ക്ലിയർ അല്ലെങ്കിലും ഏതാണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ പറയപ്പെട്ടതായ യമനിൽ നിന്നോ ഇറാനിൽ നിന്നും ഒരു സ്ഥലത്തു നിന്നാകണമെന്നില്ല. ഈ കിഴക്കൻ രാജ്യങ്ങളും സമീപ പ്രദേശങ്ങളിലും ഉള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള 3 ശാസ്ത്രന്മാർ ഒന്നിച്ചു വന്ന് കർത്താവിനെ അടുക്കൽ വരുവാനും യേശുവിനെ ആരാധിപ്പാനും ഇടയായി തീർന്നു പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി അല്പം കൂടെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. വിഷയം തരണമല്ലോ. എല്ലാത്തെയും കുറിച്ചുള്ള ചരിത്രം പറയുവാൻ ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും എൻ്റെ കൈവശം ഉണ്ട്. ഞാനൊരു 5-8 വർഷമായി ഈ വിഷയത്തെക്കുറിച്ച് മാത്രം ക്ലാസ്സുകൾ എടുക്കുകയും അതിൻ്റെ പവർ പോയിൻ്റ് സ്ലൈഡ്സും ഇൻഫർമേഷൻ എൻ്റെ പക്കൽ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം പറയുന്നില്ല, അത്യാവശ്യമുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും യേശു ക്രിസ്തുവിനെ ആലയത്തിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുന്നു. ഡെഡിക്കേഷൻ സെറമണി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആ ഭാഗത്തേക്കാണ് വരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആലയത്തിൽ കൊണ്ടുപോയി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രസൻറ്റിങ് ജീസസ് ടു ദ ലോർഡ്. ദാറ്റ് ഈസ് എ സെറിമണി ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ടൈം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഒരു യഹൂദ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം. ഒരു ഭാഗം
ഞാൻ നിങ്ങൾക്ക് എന്നുള്ള റെഫറൻസിൻ്റെ അകത്ത് ലേവ്യ പുസ്തകത്തിലെ ഒരു റെഫറൻസ് അവിടെ ഉണ്ടല്ലോ. 12-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ആദ്യം വായിക്കാം. ഈ കുട്ടിയെ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള റിക്വയർമെൻറ്റ്സ് പറഞ്ഞിരിക്കുന്ന തോറ എന്ന് പറയുന്ന യഹൂദ പ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന റെഫറൻസാണ് 12-ന്റെ 1 മുതൽ 7 വരെ. ആ ഭാഗങ്ങൾ നിങ്ങൾ വ്യക്തമായി ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് വായിക്കാം. എന്നാൽ അത്യാവശ്യമുള്ള വാക്യങ്ങൾ മാത്രം സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് വായിക്കുന്നു. ലേവ്യ 12-ലാണ് തോറായുടെ അകത്തെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ ദിവസം ആലയത്തിൽ കൊണ്ടുവരണമെന്നും എങ്ങനെയാണ് പ്രതിഷ്ഠ നടത്തണം, പെൺകുഞ്ഞ് ജനിച്ചാൽ എത്ര ദിവസം, പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആൺകുഞ്ഞ് ജനിച്ചാൽ 40-ാമത്തെ ദിവസം വരെ അവരെ ശുദ്ധീകരണത്തിനായിട്ട് ഇരിക്കണം, 41-ാമത്തെ ദിവസം ആലയത്തിൽ കൊണ്ടുവരണം. പെൺകുഞ്ഞ് ജനിച്ചാൽ 40 ദിവസം എന്നുള്ളത് ഇരട്ടിയാകും. 80 ദിവസം അശുദ്ധയായി മാതാവിരിക്കണം. 81-ാമത്തെ ദിവസം മാത്രമേ വിശുദ്ധ സ്ഥലത്തുള്ള സാഞ്ചുറിയിൽ പാദം ചവിട്ടുവാൻ അവൾക്ക് അധികാരമുള്ളൂ. വരുമ്പോൾ വെറും കൈയായിട്ട് വരരുത്. അവരവരുടെ മടി അനുസരിച്ച്, മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസിനെസ് അല്ല, വാലറ്റ് പേഴ്സ് അനുസരിച്ച് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ സ്തോത്രമായി അർപ്പിക്കാനുള്ള കാഴ്ച, അതാണ് സ്തോത്ര കാഴ്ച എന്ന് നമ്മൾ പറഞ്ഞ് ഇന്നിടുന്നത്. സ്തോത്രം, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മൾ കൊടുക്കുന്ന കാഴ്ചകൾ ഉണ്ട്. അത് ഒരു ജോഡി പ്രാക്കൾ അല്ലെങ്കിൽ ആട്ടിൻകുട്ടി. സമ്പത്തുള്ളവരാണെങ്കിൽ അവരവരുടെ കഴിവനുസരിച്ച്. ശമൂവേൽ ബാലനെ ആലയത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി അന്ന എന്ന് പറയുന്ന പ്രവാചകി ആലയത്തിൽ ശീലോവിൽ കൊണ്ടുവന്നപ്പോൾ എന്താ കൊണ്ട് കൊടുത്തത്? എത്ര വയസ്സുള്ള കാളക്കിടാവിനെയായിരുന്നു? കിടാവിനെയാ 3 വയസ്സുള്ള. പിന്നെ കുറച്ച് വീഞ്ഞും മാവും ഒക്കെ കൊണ്ട് കൊടുത്തു. അത് സമ്പന്നമായ കുടുംബമായിരുന്നു ശമൂവേലിൻ്റെ കുടുംബം. പക്ഷേ നമ്മുടെ കർത്താവ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന പോലെ മഹാദാരിദ്ര്യത്തിൽ ജനിച്ചവനായിരുന്നു. അരക്കാശിന് മുതലില്ലാതെ തല ചായ്ക്കുവാൻ വകയില്ലാത്തവൻ ആയിട്ടാണ് ജനിച്ചത്. മഹാസമ്പന്നനായ സൈമൺ സാറിൻ്റെ പാട്ടിൻ്റെ അകത്ത് പറയുന്ന പട്ടിനുള്ള മൂലവസ്തു ഈ ലോകത്തിൽ സൃഷ്ടിച്ച തമ്പുരാനാണ് ഈ പറയുന്ന കീറ്റത്തുണിക്കകത്ത് പൊതിഞ്ഞു കൊണ്ടുവന്നത്. മനോഹരമായിരിക്കുന്ന കൊട്ടാരങ്ങളിലാണ് രാജാക്കന്മാര് ജനിക്കുന്നത്. യേശുവിന് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഒരു കൊട്ടാരം തിരഞ്ഞെടുക്കാമായിരുന്നു. ആകാശത്തിന്റെ കീഴിൽ എവിടെങ്കിലും ജനിക്കുവാനുള്ള, എവിടെ ജനിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ടായിരുന്ന ഒന്നേ ഒന്നാളെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ഞാനും ജനിച്ചെടുത്ത് നമ്മളാരും ആവശ്യപ്പെട്ട സ്ഥലത്തോ നമ്മൾ ആവശ്യപ്പെട്ട പേരൻസോ നമ്മൾ ആവശ്യപ്പെട്ട മതമോ നമ്മൾ ആവശ്യപ്പെട്ട സ്ഥലത്തോ അല്ല ജനിച്ചത്. കാരണം ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യരും ഇന്ന സ്ഥലത്ത് ജനിക്കണമെന്ന് അപേക്ഷ കൊടുത്ത് ജനിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു അവകാശവും പ്രപഞ്ചത്തിൽ തമ്പുരാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും ട്രംപിൻ്റെ വീട്ടിലും മോദിയുടെ വീട്ടിലും അദാനിയുടെ വീട്ടിലും ഒക്കെ ജനിച്ചേനേയും. ഞാനും അങ്ങനെ ജനിച്ചേനും. അങ്ങനെ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഒരപേക്ഷ കൊടുത്തിട്ട് അത് പാസ്സാക്കി എനിക്ക് അവിടെ ജനിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ നിശ്ചയത്തിൽ കർത്താവ് യേശു മഹാസമ്പന്നൻ, പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായിരുന്നെങ്കിലും താൻ ജനിച്ചത് എവിടെയാണ്? മഹാദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഹ്യൂമാനിറ്റിക്കകത്ത് യേശുവിൻ്റെ ഹ്യൂമിലിയേഷൻ 7 പടികളുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മളത് പഠിക്കും. 7 സ്റ്റെപ്പ് ഓഫ് ഹ്യൂമിലിയേഷൻ, 7 സ്റ്റെപ്പ്. അതുപോലെ തന്നെ താഴോട്ട് പടി ഇറങ്ങി വന്നു. അതുപോലെ 7 സ്റ്റെപ്പ് ഓഫ് എക്സാൾട്ടേഷൻ. അതുകൊണ്ട് ദൈവനെ ഉയർത്തി. 7 പടികൾ താഴോട്ട് ഇറങ്ങി വന്നു, 7 പടി ദൈവം ഉയർത്തി. ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അതാണ്. അങ്ങനെ ഒരു തിയറി ഉണ്ട്. ആ തിയറിക്ക് തിയോളജിയിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ തിയോളജിയിലെ ഉയർന്ന ക്ലാസ് MDH മുതലായ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് കേനോസിസ് എന്നുള്ള പദമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുടത്തിൻ്റെ അകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ആ വെള്ളം മുഴുവനും മറ്റൊരു കുടത്തിലേക്ക് പകർന്ന് കുടം ശൂന്യമാക്കുക. അവൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് അവൻ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ശൂന്യനായി, വേറെ തന്നെ ശൂന്യനാക്കിയല്ല, തന്നെത്താൻ ശൂന്യനായി. ഹി ഡിഡ് നോട്ട് കൺസിഡർ ദ ഈക്വൽ പൊസിഷൻ വിത്ത് ഗാഡ് ആൻഡ് എംപ്റ്റീഡ് ഹിംസെൽഫ് ആൻഡ് ബിക്കെയിം ആസ് എ ഹ്യൂമൻ ബീയിങ്. സ്വർഗത്തിൽ ഒതുങ്ങാത്ത ദൈവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഒതുങ്ങിക്കൊടുത്തു. അതാണ് രക്ഷയുടെ ആദ്യഘട്ടം. അവിടേക്ക് നമ്മൾ വരും, അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തു 3-4 ഒന്ന് വായിക്കുമോ? ഞാൻ പറഞ്ഞു റെഫറൻസ്. അവന്റെ അഗ്രചർമ്മം പരിശോധനം ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തന്റെ
ഹലോ, എന്നാ വേറെ ആൾ വായിച്ചിട്ടത് കട്ടായെങ്കിൽ. പിന്നെ അവൾ എട്ടാം 33 ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം. അവളുടെ ശുദ്ധീകരണ കാലം തികയുന്നവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തൊടരുത്. വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയും അരുത്. പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അത് മതി, അത് മതി. അപ്പോൾ ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 40 ദിവസം അശുദ്ധി. 25 കൂടെ വായിക്കണേ. 2-ന്റെ സോറി 6-ാം വാക്യം കൂടെ, ലേവ്യ 12-ന്റെ 6-ാമത്തെ വാക്യം കൂടെ വായിച്ചോട്ടെ. മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം ശുദ്ധീകരണ കാലം തികയുന്നത് എത്രാം ദിവസമാണ്? മകനാണെങ്കിൽ 40 ദിവസം അശുദ്ധിയായിരിക്കുക, 41-ന് വരണം. മകളാണെന്ന് വരികയിൽ 80 ദിവസം അശുദ്ധമായിരിക്കണം. മകളെയും കൊണ്ട് 81-ാമത്തെ ദിവസം വരണം. വരുമ്പോൾ വെറുതെ വരില്ലേ. അടുത്തോട് വായിച്ചാട്ട്. വയസ്സുള്ള ആട്ടിൻകുട്ടിയെയോ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായിട്ടും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. ഇനിയും വായിക്കേണ്ടത് ഇതിന്റെ നിവൃത്തി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഇനിയും വായിച്ചാട്ട്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിലെ തോറായുടെ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം എന്നാണ് എന്റെ അർത്ഥം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ 25 വായിക്കണേ. ഇനി 25 വായിച്ചാട്ട്. 25 ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി ഞാൻ അവിടെ സ്ലൈഡ് കൊടുത്തിട്ടുണ്ടല്ലോ, ശ്രദ്ധിക്കുക. അപ്പോൾ ലൂക്കോസ് 2-ാം അധ്യായം 22-ൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഓൾഡ് ടെസ്റ്റമെന്റിലെ പ്രൂഫ് എന്താണെന്ന് ചോദിച്ചാൽ അത് വെറുതെ വായിച്ചു വിടാനുള്ളതല്ല. എന്താ മോശയുടെ റിക്വയർമെന്റ്? ന്യായപ്രമാണത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാലുള്ളത്. അവിടേക്ക് പോകണമെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റ് വേണം. പലരും പറയുന്നു, എന്ത് പറയുന്നറിയാമോ? പല ആളുകളും എന്താ പറയുന്നു, പഴയ നിയമം എടുത്ത് വലിച്ചു കീറിക്കൊള്ളാണോ? നമ്മൾ പഴയ നിയമം കൂടെ ഉണ്ടെങ്കിൽ ഇത് തെളിയിക്കാനൊക്കെ പോകട്ടെ. അങ്ങനെ ഈ പറയപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ ന്യായപ്രമാണപരം ആലയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജോഡി പ്രാവിനെ കൊണ്ടുവന്ന് ആലയത്തിൽ യാഗം കഴിക്കുന്നു. ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. അവന് മനസ്സിലായി ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ശാസ്ത്രിയായിരുന്നു. ന്യായപ്രമാണ പ്രകാരം ഈ മശിയ ജനിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന വ്യക്തിയാണ്. ആലയത്തിൽ കുഞ്ഞിനെയും കൊണ്ടുവന്നപ്പോൾ മഹാപുരോഹിതന്മാർക്കും പലർക്കും ഈ കുഞ്ഞിനെയും കൊണ്ടുവന്ന യേശുവിനെ മനസ്സിലായില്ല. പക്ഷേ യേശു ജനിച്ചപ്പോൾ മുതൽ കൗണ്ട് ചെയ്ത് ഈ പറയപ്പെട്ട ശിമിയോനിരുന്നു. 41-ാം ദിവസം ആലയത്തിൽ വരുമെന്ന് പറഞ്ഞു. ശിമിയോൻ എവിടെ ചെന്നു? ഈ ശിമിയോൻ കയ്യിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനുശേഷം എന്ത് ചെയ്തു? നമുക്ക് കാണാൻ കഴിയുന്ന ആ ശിമിയോൻ പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ മാതാപിതാക്കന്മാർക്ക് കൊടുത്തു. അങ്ങനെ യേശുവിൻ്റെ പ്രസൻറ്റേഷൻ നടത്തും. ഒരു കാര്യം കൂടെ പറയട്ടെ, പുതിയ നിയമത്തിൽ സഭയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ല. ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത് എപ്പിസ്കോപ്പൽ സഭകളിലെ ശിശുസ്നാനത്തിന് പകരമായിട്ടോ പഴയ നിയമത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്നതിന് പകരമായിട്ടോ ഒന്നല്ല. അതുമായിട്ട് ബന്ധമില്ല. പക്ഷേ നമുക്ക് ദൈവം തരുന്ന ഒരു ദാനത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ച് നന്ദി പറഞ്ഞ് ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുകയോ സീറ്റ്സ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു കാര്യമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവിടെ നിന്ന് എൻ്റെ വിഷയത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഓടിപ്പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ കർത്താവ് യേശു കുഞ്ഞിനെ അവിടെ എന്ത് ചെയ്യുന്നു? പ്രതിഷ്ഠിക്കുന്നു. ഇനി ഇതിൻ്റെ സീക്വൻസ് ഓഫ് ഇവൻ്റാണ് നമ്മൾ നോക്കുന്നത്. സംഭവങ്ങൾ ഓരോന്നും. യേശുവിൻ്റെ സ്നാനം, അടുത്ത സംഭവം അതാണ്. യേശുവിൻ്റെ സ്നാനം. യേശു 30-ാമത്തെ വയസ്സ് സ്നാനപ്പെടുന്നു. യേശുവിൻ്റെ സ്നാനം, കർത്താവായ യേശു ക്രിസ്തു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, യേശു ക്രിസ്തു ഗലീലയിൽ നിന്ന് യോർദാനിലേക്ക് 70 മൈൽ നടന്നാ വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ സ്നാനത്തിന് മുമ്പ് ഏത് സ്നാനമായിരുന്നു യേശു ഏറ്റത്? യേശു ഏറ്റ സ്നാനം പഴയ നിയമത്തിലുള്ള സ്നാപക യോഹന്നാൻ എൻ്റെ സ്നാനമായിരുന്നു. അത് പറഞ്ഞിരിക്കുന്നത്
ലൂക്കോസിന് ശേഷം 3 ഒരു വാക്യം ഒന്ന് വായിക്കാം. 3:8-9 ആദ്യം വായിക്കാം. ലൂക്കോസ് 3:8-9. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കണ്ണുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനത് വിവരിക്കുന്നില്ല. ഞാനത് സ്ലൈഡിന്റെ അകത്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. സകല മേഖലകളിലുമുള്ള മാനസാന്തരം ഉണ്ടായവർ മാത്രമേ യോഹന്നാന്റെ കാലഘട്ടത്തിൽ യോഹന്നാൻ വെള്ളത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കും. ആ യോർദാൻ ഇതൊരു കരയ്ക്ക് നിൽക്കുന്നു. ആര്? 1 പുരുഷാരം, 2 ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാരവിടെ ഉണ്ട്. 3 അന്നത്തെ കാലത്തുള്ള വളരെ ശക്തിയും അധികാരമുള്ള റോമൻ പട്ടാളക്കാർ. ഒരു സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട തുറയിൽപ്പെട്ട എല്ലാ ലീഡേഴ്സും യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ വന്നു. അവരിൽ പലരും മാനസാന്തരപ്പെട്ടു, അവരിൽ പലരും സ്ഥാനപ്പെട്ടു, യോഹന്നാന്റെ ശിഷ്യനായിട്ട് തീർന്നു. അപ്പോൾ ഈ സ്നാനം പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു യേശുവിൻ്റെ മരണം വരെ ഓൾഡ് ടെസ്റ്റമെന്റിൽ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് എവിടെല്ലാം സ്നാനപ്പെട്ടോ ആ സ്നാനമൊന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം അല്ല. ആ സ്നാനം കർത്താവ് കൊടുത്തത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് മത്തായി 28-ാം അധ്യായത്തിലെ ഗ്രേറ്റ് കമ്മീഷൻ 19-ാം വാക്യത്തിലാണ് ആ കൽപ്പന കൊടുത്തത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം ജനങ്ങളെ പഠിപ്പിച്ച് ശിഷ്യരാക്കി സ്ഥാനപ്പെടുത്തുക എന്നുള്ള കറക്റ്റായിട്ടുള്ള ഓർഡർ, ശരിയായിട്ടുള്ള അതിൻ്റെ ട്രാൻസ്ലേഷൻ. നിങ്ങളവരെ പഠിപ്പിക്കണം, നിങ്ങളവരെ ഡിസൈപ്പിളാക്കുക. ടീച്ച് ദം, മേക്ക് ദം ഡിസൈപ്പിൾ ആൻഡ് ബാപ്റ്റൈസ് ദം ദ നെയിം ഓഫ് ദ ഫാദർ, നെയിം ഓഫ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഇത് പ്രസംഗിച്ച് അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കി സ്നാനപ്പെടുത്തണം. സ്നാനം എന്ന് പറയുന്നതല്ല. അപ്പോൾ യോഹന്നാന്റെ സ്നാനത്തിൽ യോഹന്നാൻ പ്രസംഗിക്കും. എന്തൊക്കെ പ്രസംഗിക്കുന്നത്? ന്യായവിധിയുടെ കോടാലി വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചാരി വെച്ചിരിക്കുന്നു. എന്താണ് വൃക്ഷം? മനുഷ്യനാണ് ആ വൃക്ഷം. മനുഷ്യനാകുന്ന വൃക്ഷം നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ ന്യായവിധിയാകുന്ന കോടാലി ഉണ്ടാകും. പിന്നെ പറഞ്ഞു, മെതിക്കളത്തിൽ വീശുമറവുമായിട്ട് വിന്നോയിങ് ഫോർ, അല്ലെങ്കിൽ മെതിച്ചെല്ലാം കൂടെ കൂട്ടിയിടുമ്പോൾ അതിൻ്റെ അകത്ത് മെതിച്ചതായിരിക്കുന്ന കതിരിൻ്റെ പൊടിയുണ്ട്, മങ്ക്, ചാഫ് ഉണ്ട്, മണിയുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സാണ്. ഇതെല്ലാം കൂടെ ചാക്കിൻ്റെ അകത്ത് കെട്ടി ആ യജമാനൻ്റെ പത്തായത്തിൽ അതിലെ അറയ്ക്കകത്ത് കയറ്റത്തില്ല. എന്ത് ചെയ്യും? മെതിക്കളത്തിൽ വെച്ചൊരു സെപ്പറേഷൻ ഉണ്ട്. കണ്ടത്തിൻ്റെ അകത്ത് 10 മണിയും ഒന്നിച്ചാ നിൽക്കുന്നത്. ഒരേ കതിരെ തന്നെ 10 മണിയുമുണ്ട്. നല്ല കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ കാറ്റിൽ 10 ആടും മണിയും ആടും. നമ്മുടെ തൊട്ടടുത്തും വലത്ത് വരുന്ന അന്യഭാഷ പറയും, കൈയടിക്കും, 10 കൈയടിക്കും, 10 ചിലപ്പം പറഞ്ഞിരിക്കും. പക്ഷേ ഇത് 10 മണിയും ഏതാണെന്ന് നമുക്കാർക്കും ജഡ്ജ് ചെയ്യേണ്ട. കളത്തി വരെ വരത്തുള്ളൂ, അപ്പുറത്തോട്ട് പോകത്തില്ല. അവിടെ വെച്ചൊരു സെപ്പറേഷൻ ഉണ്ട്. വീശുമറവിട്ട് ഒരു വീശും. അപ്പം എന്നെ വീശാൻ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ സഭയിലെ വിശ്വാസികൾ അത് തെറിച്ചു പോയിരിക്കും. ഞാൻ പതുക്കെ വീശത്തുള്ളൂ. എനിക്ക് അവരെ ഒന്ന് അവിടെ കൊണ്ടുപോകാൻ. തമ്പുരാൻ്റെ കയ്യിലെ മുറം സെൻട്രൽ പാസ്റ്റർ കയ്യിലല്ല, ഓവർസർ കയ്യിലല്ല, പ്രസിഡന്റിൻ്റെ കയ്യിലല്ല, ആരുടെയും കയ്യില്ല. ഈ മുറം പിടിച്ചേക്കുന്ന കർത്താവ് സെപ്പറേഷൻ അവിടെ നടത്തുന്നത്. അരിപ്പയ്ക്കകത്തൂടെ അരിക്കുന്നത് പോലെ അരിച്ചിട്ട് കർത്താവ് എടുക്കും. അതുകൊണ്ട് 10 മണിയും വേർതിരിച്ചിട്ട് 10 ചുട്ടുകളയും. എന്ത് പറയരുത്? നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് പറയരുത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഡു നോട്ട് ബോസ്റ്റ് ഇൻ യുവർ ട്രഡീഷൻ. പാരമ്പര്യത്തിൽ ഊറ്റം കൊണ്ട് ഞങ്ങൾ ഇന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ആരും പറയരുത്. സകലരും മാനസാന്തരപ്പെടണം. അപ്പോസ്തലർ 17:30. ഇപ്പോൾ എല്ലായിടത്തുമുള്ള അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവരെല്ലാവരും ഈ കർത്താവ് കാണിച്ചതായ മാതൃക കാണിക്കണം. അങ്ങനെ നമ്മളാകരുത്. അപ്പോൾ യോഹന്നാൻ പിന്നെ പറഞ്ഞ കാര്യം സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഷെയറിങ്. 2 വസ്ത്രമുള്ളവർ കൊടുക്കണം, ഭക്ഷണമുള്ളവർ കൊടുക്കണം. അപ്പോൾ ചുങ്കക്കാർ ചോദിച്ചു, ഞങ്ങളെന്തോ ചെയ്യണം? നിങ്ങളോട് കൽപ്പിച്ചതിനേക്കാൾ കൂടുതൽ പിരിക്കരുത് ടാക്സ്. സക്കായ് അങ്ങനെ പിരിച്ചത് കൊണ്ടാണ് യേശുവിനെ കാണുമ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം മാനസാന്തരപ്പെട്ടെ. റോമൻ പട്ടാളക്കാർ ചോദിച്ചു, എന്തോ പറഞ്ഞു? അവരോട് പറഞ്ഞു, ആരെയും ബലാത്കാരം ചെയ്യരുത്, വഞ്ചിച്ച് പണം വാങ്ങരുത്,
കിട്ടുന്ന ശമ്പളം മതി എന്ന് വെക്കണം. അങ്ങനെ ആ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നവരെ സ്നാനപ്പെടുത്തും. ഇനിയും ഇതൂടെ പറഞ്ഞ് എൻ്റെ ഈ സ്ലൈഡ് അവസാനിപ്പിക്കാം. യോഹന്നാൻ്റെ ശിഷ്യന്മാർ വീണ്ടും യേശുവിൻ്റെ സ്നാനം സ്വീകരിച്ചോ? നിങ്ങളാരും ചോദിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ വന്നൊരു ചോദ്യമാണ്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ അക്കാലഘട്ടത്തിൽ യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചവരാണ്. ഈ സ്വീകരിച്ചതിന് ശേഷം കർത്താവ് കൽപ്പന കൊടുത്തതിന് ശേഷം മാളികമുറിയിൽ പെന്തക്കോസ്ത് പെരുന്നാളിലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിനകം അവർക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നാണ് 50-ാം യേശു ഉയർത്ത് 40 ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർക്ക് പറ്റില്ല. 40-ഉം 10 ദിവസം കൂടെ കന്നു. ആ 40-ഉം 10-ഉം 50 പെന്തക്കോസ്ത് വരും. അപ്പോൾ കർത്താവിൻ്റെ റിസറക്ഷനും അനന്തരം ഈ പെന്തക്കോസ്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാളിക പകർച്ചയ്ക്ക് ഇടയിൽ 50 ദിവസങ്ങളുണ്ടായിരുന്നു. ഈ 50 ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? യേശു കൽപ്പിച്ചതായ ഗ്രേറ്റ് കമ്മീഷൻ മത്തായി 18:19 അവരെ ശിഷ്യന്മാരോട് പറഞ്ഞതുകൊണ്ട് ആ യോഹന്നാൻ സ്നാനമേറ്റ എല്ലാവരും തന്നെ ഈ സ്നാനമേറ്റിട്ടാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി മാളികമുറിയിൽ വന്നതെന്ന് ന്യായമായിട്ട് വിശ്വസിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ അങ്ങനെ സ്നാനപ്പെടാത്തവരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിനുള്ളൊരു തെളിവ്, വ്യക്തമായൊരു തെളിവ് പറയാം. അവരെ സാരമില്ല പോട്ട് സഭയിലോട്ട് കയറിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, അവരെ പൗലോസ് പിടിച്ച് മുക്കി. ആ മുക്കിപ്പൊക്കിയവരാണ് എഫെസോസ് സഭയുടെ ആരംഭം. ഇപ്പോൾ മനസ്സിലായല്ലോ. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൻ്റെ ആരംഭം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 19-ാം അധ്യായത്തിലുമാണ്. ആ വായിക്കുന്നതിലൂടെ ചുരുക്കി ഞാൻ പറയാം. അതെ, അപ്പോസ്തലർ 19:1 വായിച്ചാട്ട്. ആദ്യം കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ആ ശിഷ്യന്മാരെ കണ്ടു. ശ്രദ്ധിക്കണേ, ആരുടെ ശിഷ്യന്മാരാ? ആരുടെ ശിഷ്യന്മാരാ? പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ശിഷ്യന്മാരല്ല, യോഹന്നാന്റെ ശിഷ്യന്മാരാ. ഈ ശിഷ്യന്മാരുടെ ലീഡർ ആരാ? അപ്പൊല്ലോസ്. പുള്ളി മോശമൊന്നുമല്ല. അപ്പോസ്തലർ 18-ലുണ്ട്. ആരാ? അലക്സാന്ദ്രിയക്കാരനാ. അന്നത്തെ കാലഘട്ടത്തിലെ വേൾഡിൻ്റെ ബുദ്ധി കേന്ദ്രം അലക്സാണ്ട്രിയ. ആരാ ഈ അലക്സാണ്ട്രിയ സ്ഥാപിച്ചത്? അലക്സാണ്ട്ര സ്ഥാപിച്ചത്. വേൾഡിലേക്കും 1.25 ലക്ഷം വരുന്നതായിരിക്കുന്ന ലൈബ്രറി ഉണ്ടായിരുന്ന സ്ഥലമാണ് അലക്സാണ്ട്രിയ. പുസ്തകങ്ങളുടെ ശേഖരം, അറിവുകളെല്ലാം കേന്ദ്രീകരിച്ച അലക്സാണ്ട്രിയയിൽ. അങ്ങനെയുള്ള അറിവ് മാത്രമല്ല, തിരുവെഴുത്തുകളിൽ അപ്പോസ്തലർ 18-ലുണ്ട്. അപ്പൊല്ലോസ് ആരായിരുന്നു? തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ളവനായിരുന്നു. ഹി വാസ് ഇലക്വന്റ് ടങ് ഇൻ പ്രീച്ചിങ്. നല്ലവണ്ണം പ്രസംഗിക്കാൻ, വചനം വ്യാഖ്യാനിക്കാൻ അറിയാം. പക്ഷേ അപ്പൊല്ലോസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. എന്തായിരുന്നു കുഴപ്പം? പുതിയ നിയമത്തിലെ സ്ഥാനത്തെക്കുറിച്ച് താൻ വ്യക്തമായ അറിവ് ആരും കൊടുത്തില്ല. കേട്ടിട്ടുണ്ട്, തനിക്ക് അതിനെ തന്നെ പഠിപ്പിച്ചില്ല, തന്നെ ഗൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊല്ലോസിൻ്റെ ലീഡർഷിപ്പിൽ കുറേ പേർ യോഹന്നാൻ ശിഷ്യന്മാരായി കഴിയുകയാണ്. ആ സമയത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ആരെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചോ? 2 സീസർമാരുടെ പേര് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ആ സീസറിൻ്റെ പേരൂടെ പറയേണ്ടി വരുന്നു. 5 മിനിറ്റ് ഞാൻ നിർത്തും. ആ പറയേണ്ടി വരുന്നു. ആരെങ്കിലും നോക്കിയോ? ഏത് സീസറായിരുന്നു? ലൂക്കോസ് പറയുന്ന അടുത്തൊരു സീസറിൻ്റെ പേര് കണ്ടുപിടിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം, പറഞ്ഞേ പറ്റുള്ളല്ലോ. ക്ലോഡിയസ്. ഇത് പെട്ടെന്ന് ആ വാക്യം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലോ, അതുകൊണ്ടൊന്ന് വായിക്കണേ. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായത്തിന് 1-ാം വാക്യം. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്യല്ലയിൽ നിന്ന് ഈ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കല്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. മതി, ശ്രദ്ധിക്കണം. റോമാ നഗരം വിട്ട്, ഇവിടുത്തെ ഇന്ത്യയിലുള്ള പൗരത്വ നിയമം പോലെ ഈ ഹിറ്റ്ലർ പറഞ്ഞതുപോലെ സകല യഹൂദന്മാരെയും കൊല്ലുക, അല്ല നാട് വിട്ടോണം. ദേശത്തുള്ള അവർ പറയുന്നവരെല്ലാം അവിടെ ജീവിക്കണ്ട എന്ന് പറയുന്നൊരു നിയമം ക്ലോഡിയസ് എന്ന് പറയുന്ന ക്ലൗദ്യോസ് എന്ന ഒരു സീസറിൻ്റെ കാലത്ത് താൻ അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ താൻ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച സമയത്തോൾ എന്ത് ചെയ്തു? ഈ പറയപ്പെട്ട അപ്പൊല്ലോസ് റോമിൽ നിന്ന് പോയി. എങ്ങോട്ടാണ് പോയത്?
കൊരിന്തിലോട്ടാണ് പോയത്. കൊരിന്തിൽ ചെന്നപ്പോൾ അവിടെ ക്ലോഡിയസ് അല്ല, അക്വിലാസും പ്രിസ്കില്ലയും അക്വിലാസും പ്രിസ്കില്ലയും കൂടാരപ്പണിക്കാരായിരുന്നു. അവർ നേരെ കൊരിന്തിൽ പോയി. പൗലോസും കൊരിന്തിലേക്ക് പോയി. അക്വിലായും പ്രിസ്കില്ലയും പൗലോസും കൂടെ ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പിൽ കൊരിന്തിൽ അഗോറ എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ടെൻറ്റ് ബിസിനസ് തുടങ്ങി. അതിൻ്റെ അകത്ത് കിട്ടുന്ന ലാഭം കൊണ്ട് സുവിശേഷ വേല ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ശനിയാഴ്ച അവിടെ സഭയില്ല. അക്വിലാസും പ്രിസ്കില്ലയും എവിടെ പോയി? യഹൂദന്മാരുടെ സിനഗോഗിൽ പോയി. യോഗം കഴിഞ്ഞപ്പോൾ ആരെ പരിചയപ്പെട്ടു? അപ്പൊല്ലോസ് അവിടെ വന്നിരിക്കുന്നു. നമ്മൾ പരിചയപ്പെടുമല്ലോ. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും മനസ്സിലായി ഇയാൾ യേശുവിൻ്റെ പുതിയ നാമം ഏറ്റിട്ടില്ല. ഉടനെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? താൻ മാത്രമല്ല, അവനോടുകൂടി എല്ലാവരും ആ അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായത്തിൽ 12 പേര് യോഹന്നാൻ്റെ ശിഷ്യന്മാർ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനമിട്ടു. അപ്പോൾ യോഹന്നാൻ്റെ സ്നാനപ്രകാരം സ്നാനമേറ്റ എല്ലാവരും സ്നാനപ്പെട്ടു. വേദപുസ്തക പ്രകാരം സ്നാനമേറ്റിട്ടില്ല എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ പ്രമാണപ്രകാരം സ്നാനമേൽക്കണം. ഞാൻ ഒന്ന് സ്നാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് വാലിഡ് അല്ലാത്തതാണെങ്കിൽ, വചനപ്രകാരമല്ലെങ്കിൽ അത് സ്നാനമായിട്ട് ദൈവം അംഗീകരിക്കത്തില്ല. വചനപ്രകാരമുള്ള സ്നാനം അംഗീകരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. അല്പചരിത്രത്തിലേക്ക് പോയി അത് ആവശ്യമായിരുന്നു നിങ്ങൾക്കറിയുവാൻ എന്നതുകൊണ്ട്. ഇനിയും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. അടുത്ത ദിവസം ദ ടെംപ്ടേഷൻ ഓഫ് ജീസസ് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. ദൈവം പഠിക്കുവാൻ ഇടയാകട്ടെ. എല്ലാവർക്കും നന്ദി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആയിരുന്നു. സാറ് ചരിത്രത്തിൽ പോണായിരുന്നു. ചരിത്രം കേട്ടതിൽ വളരെ സന്തോഷം. എനിക്കും ഇന്നാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. രത്തൻ താത്തയുടെ കാര്യങ്ങളൊക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഇത്ര വളരെ മനോഹരമായി സിസ്റ്റമാറ്റിക്കായി ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ഹോംവർക്ക് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെയൊക്കെ ദൈവവചനം പഠിക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി കാണുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ദൈവം വീണ്ടും ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാള് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട് ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമായി തീർന്നല്ലോ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഈ മനോഹരമേറിയ രാത്രിയിലും ക്രിസ്റ്റോളജി എന്ന വിഷയം പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ച വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പഠിച്ചതായ ഓരോ പാഠഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം അവിടെ സഹായിക്കണം. പഠിപ്പിച്ചതായ ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ബലത്തോടുകൂടെ കർത്താവ് നടത്തുമാറാകണമേ. ഇനിയും ആധികാരികമായി ഞങ്ങളെ വചനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് ഉതകത്തക്ക നിലയിൽ ആസനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയ ലാലു സാറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അകപ്പ ബൈബിൾ കോളേജ് എല്ലാ പ്രവർത്തകരെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ പ്ലാറ്റ്ഫോമായി ആയിരങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത എല്ലാ പഠിതാക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ഇടങ്ങളിൽ നിന്ന് ദൈവം കേൾക്കുവാൻ അവർക്ക് ദൈവ സാവകാശങ്ങൾ കൊടുത്തല്ലോ. കർത്താവിന്റെ വരോളം ഞങ്ങളെ ബലത്തോടെ നിൽപ്പാൻ തക്കവണ്ണം ശക്തിയും കൃപയും കർത്താവെ ഹല്ലേലൂയ ആത്മാ നിറവ് നൽകുന്ന ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദയവോടെ കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ മോഹൻ പുന്നൂസ്. ദൈവം സഹായിക്കട്ടെ. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ CV ആൻഡ്രൂസ് ക്ലാസ് എടുക്കുന്നതാണ്. അദ്ദേഹത്തിന് വ്യാഴാഴ്ച നാക്കോക്കിന് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായതുകൊണ്ട് നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ CV ആൻഡ്രൂസ് എടുക്കുന്നതാണ്. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് വളരെ ആത്മാർത്ഥതയോടെ കർത്താവിന്റെ ദാസനോടൊപ്പം ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയന്ത സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ ഓക്കെ, താങ്ക് യു പാസ്റ്റർ.